ഓർഗാനിക് കെമിസ്ട്രി ലാസ്റ്റ് ചാപ്റ്റർ ആണ്. ഇതുപോലെ തന്നെ ലാസ്റ്റ് ആയിരുന്നു ഓർഗാനിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിസ്ട്രിയിലെയും ഫിസിക്സിലെയും ലാസ്റ്റ് ചാപ്റ്റർ വലിയ ചാപ്റ്റേഴ്സ് ആയിരുന്നു. ഞാൻ പറഞ്ഞ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററും അതിന്റെ എൻജിനും ബി എം ബി ഡയോഡൊക്കെ വലിയൊരു ചാപ്റ്റർ ആയിരുന്നു. അതുപോലെ ഈ കെമിസ്ട്രിയിലെ നമ്മുടെ അതുമായി ഈതറും ഒക്കെ പഠിച്ച ഓർമ്മയില്ല, ഈ മണമുള്ളത് ഓർഗാനിക് ഇതൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് ഓർഗാനിക് കെമിസ്ട്രി പഠിച്ചത്. പിന്നെ ഞാൻ കെമിസ്ട്രി ഫിസിക്സ് തന്നെയായിരുന്നു. മോനോ? മാത്സ് ആയിരുന്നു. എന്നാലും ഫിസിക്സ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, കെമിസ്ട്രി ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. ഞാൻ സെക്കൻഡ് ആയിരുന്നേ ഉള്ളൂ. സെക്കൻഡ്. നമ്മൾ മാത്സ് ഒന്നും പഠിക്കുന്ന ഇഷ്ടമല്ലായിരുന്നു. മാത്സ് അറിയാമെങ്കിലും പഠിക്കുന്ന ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെയാണ്. അപ്പം നമ്മൾ നല്ലപോലെ പഠിച്ചതാണ്. ഞാൻ നമ്മുടെ കായംകുളം സെന്റ് മേരീസിലാണ് 10 വരെ പഠിച്ചത്. പിന്നെ കോളേജിൽ പന്തളം NSS പഠിച്ചത്. പന്തളത്ത്. പിന്നെ പക്ഷെ നമ്മൾ പ്രീ ഡിഗ്രി ട്യൂഷൻ പഠിച്ചതൊക്കെ എവിടെയാന്ന് വെച്ചാൽ മോൻ അന്വേഷിച്ചാൽ MSM കോളേജില് ഇപ്പോഴും സാർ ട്യൂഷൻ എടുക്കുന്നുണ്ട്. റഷീദ് എന്ന് പറയുന്ന സാറാ ഫിസിക്സിന് കേട്ടോ. ഫിസിക്സിന് സാറിന്റെ അടുക്കലാണ് ഫിസിക്സ് പഠിച്ചത്. സാറെന്ന് വെച്ചാൽ സാറ് ഫിസിക്സ് പഠിപ്പിക്കുന്ന സ്റ്റുഡൻസ് ഒരിക്കലും ഫിസിക്സ് അറിഞ്ഞേ പോകത്തുള്ളൂ എന്താണെന്നുള്ളത് കേട്ടോ. അതുപോലെ തന്നെ എന്നെ പത്തി പഠിപ്പിച്ച ഒരു സാർ നല്ലപോലെ പഠിക്കായിരുന്നു ഫിസിക്സ് കെമിസ്ട്രി. പിന്നെ നമ്മൾ പുസ്തകം എടുക്കേണ്ട കാര്യമില്ലായിരുന്നു, അതുപോലെ പഠിപ്പിക്കുന്ന ആളായിരുന്നു കേട്ടോ. എനിക്ക് ഫിസിക്സിനും കെമിസ്ട്രിക്കും ഏറ്റവും കൂടുതൽ മാർക്ക് 10th എന്ന് വെച്ചാൽ ഔട്ട് ഓഫ് 50 എനിക്ക് കെമിസ്ട്രിക്ക് 43യും പിന്നെ ഫിസിക്സിന് 42. എനിക്ക് 4 മാർക്ക് കൂടെ ഫിസിക്സ് കിട്ടിയത്. പടം ഈ ഇലക്ട്രോണിക്സിനകത്തെ ലാസ്റ്റ് ഈ നമ്മുടെ ട്രാൻസ്മിഷനൊക്കെ ഉള്ള ഇതുണ്ടായിരുന്നു, അറിയാവോ? ആ പടം പക്ഷെ അതൊരിക്കലും ചോദിക്കത്തില്ലായിരുന്നു. ആ പടമാണ് ചോദിച്ചത്. അത് നമ്മൾ ആരും പഠിക്കാതെ വിട്ട ഒരു പടമാണ്. അങ്ങനെ ആ പടം വരയ്ക്കാൻ പറ്റാതെ പോയിട്ട് 4 മാർക്ക് പോയി. അതെനിക്ക് 46 മാർക്ക് കിട്ടിയത്. എനിക്ക് ഫിസിക്സ് കെമിസ്ട്രിയാണ് 10th ഏറ്റവും മാർക്ക്. മോനോ? ഇംഗ്ലീഷ് ഞാനും ഒരിക്കലും നോട്ടൊന്നും എഴുതത്തില്ലായിരുന്നു, തന്നെത്താനെ എഴുതുമായിരുന്നു. ഇംഗ്ലീഷ് ഒരിക്കലും എനിക്ക് നോട്ടില്ലായിരുന്നേ. അല്ല മോന് പഠിച്ചു അങ്ങനെ, അതുകൊണ്ടാണല്ലോ ഗവൺമെന്റ് എന്ത് PSC ടെസ്റ്റ് എഴുതിയത്. അപ്പം ഈ എന്തോ ജനറൽ നോളജ് പഠിക്കണമായിരുന്നോ? ആ 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 അതാ നീ അങ്ങനെ പഠിച്ചില്ലെങ്കിൽ കിട്ടത്തില്ലല്ലോ. നമുക്ക് അറിയാമോ എന്തുമാത്രം ജനറൽ നോളജ് കാണാൻ പഠിക്കണം. എനിക്ക് കാണാൻ പഠിക്കുന്ന വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമുക്ക് ആ ഒരു ഫീൽഡിനോട്ടൊന്നും താല്പര്യമില്ല. ആ ആ ആ ആ ആ ആ അതെ അതെ. ചിലവരുണ്ട് മോനെ, ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ ദാന്ന് പറഞ്ഞ് തുടങ്ങി അവർക്ക് ആ ദീ എന്നുള്ള വേർഡ് കിട്ടിയില്ലെങ്കിൽ മറന്നു പോയത്. അങ്ങനെയുള്ളവരുണ്ട്, അറിയാമോ? ആ പോയി. ആ അതെ അതെ. ആ 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 ശരിയായി. ആ പിന്നെ ഭാഗ്യം ലക്ക് എന്ന് പറയുന്നത്. അതെ. അത് പിന്നെ ഈശ്വരന്റെ ഇതാണല്ല. ആ ആ ആ അത് നമ്മൾ മോൻ പറഞ്ഞില്ലേ മോൻ നിങ്ങള് ഇപ്പൊ എല്ലാ മാസം അമ്പലത്തിലൊക്കെ പോകാൻ വരുമായിരുന്നില്ലേ. വരണം വരണം. ഇപ്പൊ ഈ ഉത്സവം ഉണ്ട് മോനെ, ഒരു ദിവസം വാ. 28 ഉത്സവം. അപ്പൊ അതിന് മുമ്പ് ഒരു ദിവസം വാ, നമുക്ക് അമ്പലത്തിൽ പോകാം കേട്ടോ. മോളെയും കൂട്ടി വാ. ആ ആ ആ അതെ. ഈ ഇത് ജനുവരി കഴിഞ്ഞില്ലേ, ഇതിപ്പോ ഫെബ്രുവരി. അല്ലല്ല ഈ ഫെബ്രുവരിയിലാ മിക്കവാറും ഉത്സവങ്ങൾ. ആ ആ ഒരു പറയൊക്കെ ഇല്ല, ഒരു പറയില്ല, ഒരു പറയണം ഈ ഇവന്റെ വസ്തു കിട്ടാതെ സ്ഥാപിച്ച്. ആ ആ. ഇവിടെ ഞാൻ വിളിച്ച് പറയാം കേട്ടോ വരാനെ. നമ്മൾ ഈ സപ്താഹം ഒക്കെ തുടങ്ങുന്ന ദിവസം ഉണ്ട്. അപ്പൊ സപ്താഹത്തിനൊക്കെ വന്നാൽ ഒരു ദിവസം ഊണ് കഴിക്കാം, ലാസ്റ്റ് ഡേയോ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് അപ്പൊ അമ്പലത്തിൽ പോയി നമുക്ക് എല്ലാവർക്കും പോയി കഴിച്ചു വരാം. ആ ആ കേട്ടോ. ആ ആ ഊണൊക്കെ ആയോ? ഇല്ലില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ മോനെ. അപ്പൊ ഇടയ്ക്ക് വിളിക്കും, ഞാൻ ഇട്ട് തരാം ഹവാന സിൻഡ്രം എന്തൊക്കെയാണ് ഇവരുടെ പരിപാടി എന്നുള്ളതെല്ലാം. പഠിക്കുന്ന എപ്പോഴും നല്ലതാണ്. ഈ ജന്മത്തിലേക്ക് മാത്രമല്ല, ഇപ്പൊ നമ്മള് അക്വയർ ചെയ്യുന്ന എന്ത് സ്കില്ലും ഉണ്ടല്ലോ, അതറിയാവോ? ഏഹ് ആ വരുമെന്ന് നമുക്ക് 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 അത് നമ്മുടെ ഇൻഹറന്റ് ആയിട്ട് കിട്ടും. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും നമുക്ക് എല്ലാം ഇൻഹറന്റ് ആയിട്ട്. അതൊക്കെ ചിലർ കേട്ടിട്ടില്ല എന്തോന്ന് വെച്ച് കഴിഞ്ഞാല് ചിലവർക്ക് ലാംഗ്വേജ്, ചിലർക്ക് അധികമൊന്നും കഷ്ടപ്പെടാതെ ചിലവർക്ക് ചിലപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഭയങ്കര ഫ്ലുവന്റ് ആയിട്ട്. അതൊക്കെ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ എവിടെയാണ് ജനിച്ചതെന്നോ നമ്മൾ യൂസ് ചെയ്ത ഏത് ലാംഗ്വേജ് ആണെന്നൊന്നും അറിയില്ലല്ലോ. മനസ്സിലായോ? ഞാനൊരു എക്സാമ്പിൾ പറയാം. എന്റെ മോള്, അവൾക്ക് ഈ തെലുങ്ക് ഭയങ്കരമായിട്ട് അറിയാം. എങ്ങനെയാണെന്ന് അറിയത്തില്ല, അവൾ പഠിച്ചിട്ടേ ഇല്ല, അവിടെ പോയതുമില്ല. അതെങ്ങനെയാണ്? ഭയങ്കര എക്സാമ്പിൾ അല്ലേ അത്? ആ അവൾ നന്നായിട്ട് അറിയാം തെലുങ്ക്. എങ്ങനെ അറിയാം? അതാണ് നമുക്ക് എന്തോ നമ്മൾ എവിടെയാണ് കഴിഞ്ഞ നമുക്കൊരു ജന്മം കഴിഞ്ഞത് എന്തായാലും ഉണ്ട്. നമുക്ക് എനിക്കൊരു എക്സാമ്പിൾ എനിക്കറിയാം, നമ്മൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് നമുക്ക് പഴയ ജന്മം ഉണ്ടെന്നൊക്കെ ഉള്ളത്. പിന്നെ നമുക്കെല്ലാം ഉണ്ട്. നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ചില ചില തോന്നുന്നത്, ഇങ്ങനെ ചില ചില കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ പഴയ എവിടെയോ നമ്മൾ അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ എവിടെയോ ഈ സിറ്റുവേഷൻ